LDFന്റെ കപ്പലിൽ അങ്ങനെ അങ്ങ് മുങ്ങുന്ന ഒന്നല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര കനത്ത തിരിച്ചടി ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല. ഇതാണ് CPIMന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത നേതൃയോഗത്തിന് ശേഷം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതാണിതെല്ലാം. ഈ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാൻ മുന്നണി വിപുലീകരണം ലക്ഷ്യമിടുകയാണ് UDF. കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ എത്തിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം ഈ സൂചന നേരത്തെ തന്നെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് പ്രഖ്യാപിച്ച ഇക്കാര്യത്തിൽ ആദ്യമേ ഉടക്കുവയ്ക്കുകയാണ് PJ ജോസഫ്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ 100 സീറ്റിലധികം നേടി അധികാരത്തിലെത്തുമെന്ന് കട്ടായം പറയുകയാണ് VD സതീശൻ. അത്ര ഈസി വാക്ക് ഓവർ ആകുമോ UDFന്? തദ്ദേശ ഫലത്തിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്തെല്ലാമാണ് എന്ന് നോക്കാം. ആദ്യം RD എക്സ്ട്രാ. തദ്ദേശ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും എന്ന തീർപ്പുകൾ പാടെ തള്ളുകയാണ് CPIM. ജനകീയ അടിത്തറയ്ക്ക് ഒരു കോട്ടവുമില്ല. വോട്ട് ഷെയറിൽ കാര്യമായ കുറവില്ല. തെരഞ്ഞെടുപ്പിലുണ്ടായ ക്ഷീണത്തിന് കാരണമായത് എന്തെല്ലാമെന്ന് കണ്ടെത്തി തിരുത്തും. ശബരിമല തിരിച്ചടിക്ക് കാരണമായെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായവും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ BJP കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാൻ മുന്നണി വിപുലീകരണം ലക്ഷ്യമിടുകയാണ് UDF. സാമൂഹ്യ ഘടകങ്ങളെല്ലാം അനുകൂലമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിപുലീകരണം സാധ്യമാക്കുമെന്ന് VD സതീശൻ പറയുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഉൾക്കൊള്ളാനുള്ള ആലോചനകൾക്കെതിരെ PJ ജോസഫ് ആദ്യം തന്നെ എതിർവാദമുയർത്തുകയും ചെയ്യുന്നു. അനന്തപുരിയുടെ മേയർ ആരാകുമെന്ന ഉദ്വേഗം ഇതിനിടയിലും തുടരുകയാണ്. BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് തന്നെ നറുക്കുവീഴാനാണ് സാധ്യത. കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് UDF ഉറപ്പിക്കുകയും ചെയ്യുന്നു. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. ഈ കപ്പൽ അങ്ങനെ മുങ്ങുന്നതല്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ. ആ വാക്കുകളിലേക്ക്. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. കനത്ത തിരിച്ചടി നേരിട്ട മലപ്പുറത്തെയും മധ്യകേരളത്തിലെയും തോൽവി CPIM ആഴത്തിൽ പരിശോധിക്കും. UDFുമായി ഒരിടത്തും മുന്നണി ബന്ധത്തിനില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ചില ജില്ലകളിൽ മധ്യ കേരളം അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായ പരാജയം സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. വിഭാഗങ്ങൾ ചേർന്ന ലീഗും അതുപോലെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ഒരു മുന്നണിയുടെയും പ്രശ്നം പാർട്ടി ആലോചിക്കുന്നേ ഇല്ല, ആരുമായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് LDFിലെയും NDAയിലെയും ചില ഘടകകക്ഷികൾ UDFിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തി അടിത്തറ വർദ്ധിപ്പിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട്. പക്ഷേ മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശ സാധ്യതകൾ PJ ജോസഫ് പാടെ തള്ളി. UDFിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും കൂടി കൂടിയാണ്. അതൊക്കെ അതിൻ്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്, കൂടിയാലോചനകളുണ്ട്, കൂട്ടായ നേതൃത്വമുണ്ട്. ആ തീരുമാനമുണ്ട്. ഒരു കാര്യം എനിക്കിപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFിൻ്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ UDFിലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്. ഇടതു മുന്നണിയിൽ തന്നെ അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയിലുള്ള ആളുകൾ, പാർട്ടികൾ അവരൊക്കെ തന്നെ UDFിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ തോന്നുന്നില്ല. KPCC പ്രസിഡന്റ് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നില്ല. ഈ വലിയ മുന്നേറ്റമുള്ളപ്പം ആ മുന്നേറ്റം തുടരാൻ അവർ വേണമെന്നില്ല. ശബരിമല വിഷയം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തിരിച്ചടിയായി എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. BJPയുമായി സർക്കാരിന് ബന്ധമുണ്ടെന്ന പ്രചാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രശ്നമായി. വൈകിയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞതിൽ സന്തോഷം എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതിനോട് പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈസി വാക്ക് ഓവർ ആവർത്തിക്കുമെന്നാണ് PMA സലാം പറയുന്നത്. ബിനോയ് വിശ്വത്തെ തള്ളി CPIM. സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ല എന്നാണ് MV ഗോവിന്ദൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. അന്വേഷണം പൂർത്തിയാകും വരെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്ന പ്രശ്നമില്ല എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി.
സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണം നടത്താൻ CPIM തീരുമാനിച്ചു. വികസന നേട്ടങ്ങൾ വിശദീകരിക്കാനുള്ള ജില്ലാ പര്യടനത്തിൽ മന്ത്രിമാരും മുതിർന്ന നേതാക്കളുമൊക്കെ പങ്കെടുക്കും. വെള്ളാപ്പള്ളിയെ പിന്തുണച്ചതുകൊണ്ടുണ്ടായ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ എതിർപ്പടക്കം പരിശോധിക്കും. നാളെ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി പ്രധാന അജണ്ടയാകും. 2016-ലും 2021-ലും UDF-നൊപ്പം ഇല്ലാതിരുന്ന സാമൂഹിക ഘടകങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് VD സതീശൻ പറയുന്നത്. വിചാരിച്ചതുപോലെ നടന്നു എന്ന ചരിതാർത്ഥ്യമില്ല. ഇപ്പോൾ ഉണ്ടായത് 70% വിജയം മാത്രമാണ്. പരാജയം പഠിക്കുന്നത് പോലെ വിജയവും പഠിക്കും. എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ കുറവ് പരിഹരിക്കാം. കേരളത്തെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇനി. 2026-ൽ 100-ലേറെ സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നും പറയുന്നു. കോഴിക്കോട് മുക്കത്തെ ആഹ്ലാദ പ്രകടനത്തിനിടെ CPIM-നെതിരെ ലീഗിന്റെ കൊലവിളി. CPIM നേതാക്കൾ നാസർ കോളായിയെയും CTC അബ്ദുള്ളയെയും കൊല്ലും എന്നാണ് ഭീഷണി. മലപ്പുറത്തും കോഴിക്കോടും കൊലവിളി പ്രസംഗവുമായി CPIM പ്രാദേശിക നേതാക്കളും രംഗത്തെത്തി. ഭീഷണി മലപ്പുറം വളവന്നൂർ പഞ്ചായത്ത് 8-ാം വാർഡ് LDF വിജയാഘോഷത്തിനിടെയായിരുന്നു. കോഴിക്കോട് ഫറോക്കിൽ മുസ്ലിം ലീഗിനെതിരെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും ഭീഷണി പ്രസംഗമുണ്ടായി. തിരൂരങ്ങാടിയിൽ ലീഗ് വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ സ്ത്രീവിരുദ്ധ പ്രസംഗവുമായി ലോക്കൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തി എന്നുള്ള സാഹചര്യവുമുണ്ട്. സരീഷ്, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CPIM-നെ തോൽപ്പിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ തോറ്റു എന്നവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന്. പലപ്പോഴും അങ്ങനെ അതായത് താത്വികമായി അതിനെ വിശകലനം ചെയ്ത് വിശദീകരിക്കുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ കാരണങ്ങൾ പൊതുസമൂഹത്തിന് അത്ര എളുപ്പത്തിൽ മനസ്സിലാവുന്ന തരത്തിലായിരിക്കില്ല CPIM നേതൃത്വം വിശദീകരിക്കുന്നത് എന്നതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. CPIM ഇതൊക്കെ വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ CPIM-നെ അതിനിശിതമായി എല്ലാ കാലത്തും എതിർക്കുന്ന മലയാള മനോരമ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു. ആ കണക്ക് CPIM-ന് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ആളുകളോട് വിശദീകരിക്കാൻ തക്കതായിരുന്നു. കാര്യം 58 സീറ്റ് മാത്രമേ അവർ CPIM-ന് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കൊടുക്കുന്നുള്ളൂ. 80 സീറ്റ് അപ്പുറത്ത് UDF-ന് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്ന് കാര്യകാരണ സഹിതം വിശദീകരിക്കുന്ന ഒരു ഗ്രാഫും അതിൻ്റെ വിശദമായ കണക്കുമൊക്കെയാണ് മനോരമ ഇന്ന് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വണ്ണം വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത് തന്നെ മനോരമയുടെ ആ കണക്ക് നിരത്തിക്കൊണ്ടാണ് MV മാസ്റ്റർ ചെയ്തത്. ആണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 വിമർശങ്ങളാണ്, അല്ലെങ്കിൽ 3 വിലയിരുത്തലുകളാണ് പ്രധാനമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തിരിച്ചടിക്ക് പിന്നാലെ തന്നെ അവരുടെ പാളയത്ത് പോലും വന്നത്. CPI പോലും പറയുന്നു. 1, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പോയി. 2, BJP വളർന്നു. 3, ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ 3 കാര്യങ്ങളെയും യഥാർത്ഥത്തിൽ CPM തള്ളിക്കളയുകയാണ് പതിവ് പോലെ MV മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്. ഭരണവിരുദ്ധ വികാരമില്ല, സംസ്ഥാനത്തിൻ്റെ ഭരണം മോശമാണ് എന്നൊരു വിലയിരുത്തലിൻ്റെ മുകളിലല്ല ഈ ജനം വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല, ജനം സർക്കാരിനെതിരെ വോട്ട് ചെയ്തിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാത്തും അദ്ദേഹത്തിൻ്റെ കൈവശം കണക്കുകളുണ്ട്. രണ്ടാമത്തേത് BJP മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല. അതൊരു നമ്മൾ പരിശോധിച്ചാൽ അതൊരു വസ്തുതയാണെന്ന് മനസ്സിലാകും. വസ്തുതയാണല്ലോ എന്ന് നമുക്കും തോന്നും പരിശോധിച്ചാൽ, കണക്കുകൾ എടുത്താൽ. മനോരമയെ പറ്റി പറഞ്ഞല്ലോ, മനോരമയുടെ കണക്കിലും അതിനകത്തുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിന്ന് 1-ാം നമ്പർ കക്ഷിയായിരുന്ന, ഏറ്റവും കൂടുതൽ വോട്ടുണ്ടായിരുന്ന BJP 3ഇടത്തേക്കോ 2ഇടത്തേക്കോ മാത്രമായിട്ട് ചുരുങ്ങി എന്ന് നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. രണ്ടാമത്തേത്, ഇത് സമർത്ഥമായിട്ട് ഇവർ ഇന്നത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം തീരുമാനിച്ചൊരു കാര്യമായിരിക്കുമല്ലോ. MV മാസ്റ്റർ മൂപ്പരുടെ മാത്രം ഒരു വിലയിരുത്തലല്ലോ വന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിനകത്ത് ക്ഷേത്ര നഗരങ്ങൾ എന്ന് ഇതിനകത്തൊരു രസമുള്ളത്, കുറേ കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ മതം അല്ലെങ്കിൽ ജാതി എന്നത് അങ്ങനെ വെച്ച് വിശകലനം ചെയ്യപ്പെടാറില്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അതാണ് നമ്മുടെയും നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നതുകൊണ്ട് അക്കാര്യത്തോട് പരമാവധി മല്ലുപിടിച്ച് അത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിച്ചിരുന്ന CPM ഇപ്പോൾ ഈ മതപരമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള ചെയ്തികൾ പറയാൻ വേണ്ടി പ്രേരിതമായിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ക്ഷേത്ര നഗരങ്ങളുടെ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വൻ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശബരിമലയാണല്ലോ പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയം. പന്തളത്ത് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ ക്ഷേത്രങ്ങളുടെ പേര് ഇരിക്കുന്ന വാർഡ് CPM ആണ്. ഗുരുവായൂർ തളിമ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ, ശബരിമല എന്നിവിടങ്ങളിലെല്ലാം ഞങ്ങൾക്കാണ് വിജയം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിന് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു കണക്കുണ്ട്. എന്ന് മാത്രമല്ല, എന്താണ് BJPയുടെ കാര്യം? എന്താണ് പാലക്കാട് ഉദാഹരണമായിട്ട് നമ്മൾ എടുത്താൽ, പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിലുള്ള അവിടെ 8 സ്ഥലത്തും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. പാലക്കാട് BJPയുടെ ഒരു കേന്ദ്രമാണെന്നാണല്ലോ പറയുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJP 3-ാം സ്ഥാനത്തേക്ക് പോയി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF ആണ് മുന്നിൽ, LDF രണ്ടാമതാണ്. ഇത് BJP 3-ാമതേക്ക് പോയി.
പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിന്നിൽ പോയിരിക്കുകയായിരുന്നു പാലക്കാട്. പക്ഷേ അത് തിരിച്ചു പിടിച്ചു. 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 സ്ഥലത്തും LDF മുന്നിട്ട് നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് BJP മുന്നേറുകയല്ല എന്നതിന് ഉപോത്ബലകമായിട്ട്. പിന്നെയുള്ളത് ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്കെതിരായിട്ട് വല്ലാതെ അങ്ങ് കൺസോൾഡേറ്റ് ചെയ്തു എന്ന മറ്റൊരു ആക്ഷേപത്തെയും അദ്ദേഹം നേരിടുന്നത് കേട്ടില്ലേ. അത് മലപ്പുറത്തെ ഉദാഹരണമാക്കിയിട്ടാണ്. മലപ്പുറത്ത് 10 ലക്ഷം വോട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ പറയുന്ന ഈ പ്രശ്നമെല്ലാം മലപ്പുറത്ത് ആകെ സീറ്റ് കണക്കിലാണെങ്കിൽ വാനിഷായിപ്പോയി എന്ന് വെച്ചാൽ ഒന്നും കിട്ടിയിട്ടില്ല. ഏതാണ്ട് അങ്ങനെ തന്നെ പറയാവുന്ന നിലയാണുള്ളത്. പക്ഷേ മലപ്പുറത്ത് 10 ലക്ഷം വോട്ട് ഞങ്ങൾക്കുണ്ട്, 10 ലക്ഷം പേര് ഇപ്പോഴും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. അത് പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ആകെയുള്ള വോട്ട് 36 ലക്ഷം വോട്ടർമാരാണ്. 36 ലക്ഷം വോട്ടർമാരിലാകെ മലപ്പുറത്ത് ഇത്തവണ 77.04% പേരാണ് വോട്ട് ചെയ്തത്. 36 ലക്ഷത്തിൻ്റെ 77% പേര് മാത്രം വോട്ട് ചെയ്തെടുത്ത് 10 ലക്ഷം വോട്ട് അവർ ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. അവർ സ്വന്തം ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മലപ്പുറത്തും ഈ പരാജയത്തിനിടയിലും അവർക്കിത് പറയാവുന്നൊരു കണക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം എനിക്ക് മനസ്സിലാകുന്നത്, എൻ്റെ ഒരു പോയിൻ്റായിട്ട് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഹർഷ, അതായത് നമ്മുടെ നാട് ഇരു കക്ഷികൾക്കിടയിൽ വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ UDF എന്തെങ്കിലും മഹത്തരമായ കാര്യങ്ങൾ ഈ 10 വർഷത്തിനിടെ ചെയ്തു പ്രതിപക്ഷത്ത് നിന്ന് എന്ന് ഒരുപക്ഷെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും പറയില്ല. പക്ഷേ UDFനെ ഇല്ലാതാക്കി കളഞ്ഞില്ല നമ്മുടെ നാട്ടിലെ ജനം. UDFനെ തിരഞ്ഞെടുത്തു. UDFന് വലിയ വിജയം കൊടുത്തു. വലിയ സമാനതകളില്ലാത്ത വിജയം, ഗംഭീരമായിട്ടുള്ള അഭിനന്ദനാർഹമായിട്ടുള്ള വിജയം തന്നെ UDFന് കിട്ടി. നല്ല വോട്ട് അവരുണ്ടാക്കി. അതിൻ്റെ കണക്കുകൾ കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഞാനതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. ഇതിൽ ആകെ സീറ്റുകൾ 7000, ആകെ മൊത്തം സീറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ നോക്കിയാൽ 7817 സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. 7455 CPMന്. ഞാൻ കോൺഗ്രസ് CPM എന്നാണ് പറയുന്നത്, UDF LDF എന്നല്ല. ലീഗിന് 2844, ലീഗാണ് മൂന്നാം കക്ഷി. BJPക്ക് 1913 സീറ്റുകൾ, CPIക്ക് 1018. എന്ന് വെച്ചാൽ ഈ CPM, ഈ ലീഗും കോൺഗ്രസും CPMും CPI ഒക്കെ ചേരുമ്പോൾ ഇരു കക്ഷികളായിട്ട് ഇങ്ങനെ വിഭജിക്കപ്പെട്ട് കിടക്കുന്ന, സമാസമങ്ങളായി കിടക്കുന്ന, നമ്മൾ കാലങ്ങളായിട്ട് പരിചയിച്ചിരിക്കുന്ന ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഒട്ടും മാറിയിട്ടില്ല. അതിനകത്തേക്ക് BJP വന്നിട്ട്, നമ്മൾ അടുത്ത വിഷയമായിട്ട് എടുക്കുന്നുണ്ട്, BJP വന്നിട്ട് അതിനകത്ത് അവർ നിന്നിടത്ത് നിൽക്കുകയാണ് എന്ന തോന്നലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ UDFന് വമ്പൻ തിരിച്ചുവരവ് നൽകിയിരിക്കുന്നു. എന്നാൽ CPMന്, ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയൊന്നും കൊടുത്തിട്ടില്ല. ആളുകൾ വോട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ കണക്കുകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴുള്ള സാഹചര്യം. ഹർഷൻ നേരത്തെ പറഞ്ഞ മനോരമ അടുത്ത വിഷയത്തിൽ നമ്മൾ ഒരുപക്ഷെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. മനോരമയുടെ കണക്ക് ഇന്ന് വന്നിരിക്കുന്നത്, അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നതും അദ്ദേഹത്തിനും CPMന് പൊതുവിൽ തന്നെയും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ അവരുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിട്ട്, UDFന് ഏറ്റവും വലിയ വിജയം ഉണ്ടായിട്ട്, അവിടെ പോലും 58 സീറ്റുകളിൽ, നിയമസഭാ സീറ്റുകളിൽ LDF മുന്നിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂപടം വെച്ച് നോക്കിയാൽ വടക്കും തെക്കും മധ്യ കേരളത്തിലും എല്ലാം സമാനതകളില്ലാത്ത നല്ല ചുവന്നിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം അതിൻ്റെ ഇടത് മുന്നണി UDF ശക്തി, ചെറിയ വ്യത്യാസം മാത്രമുള്ള ശക്തി കേന്ദ്രങ്ങളായിട്ട് നിൽക്കുന്നു. അതിനകത്ത് കടന്നു കയറാനുള്ള ശ്രമത്തിൽ BJP കഴിഞ്ഞ തവണ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നു. ഒരുപക്ഷെ ഒരല്പം പിന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായും അതിന് അങ്ങനെ തന്നെയാണ്. അതായത് BJP ഇപ്പോൾ നേടിയിരിക്കുന്ന വോട്ടുകളുടെ ശതമാനക്കണക്ക് ഏതാണ്ട് പരിശോധിച്ചാൽ ഏതാണ്ട് 15%-നും 17%-നും ഇടയിലേ ആകാൻ സാധ്യതയുള്ളൂ. അന്തിമ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇതിനപ്പുറത്ത് കടക്കില്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ തവണ അവർ വിജയിച്ച പല വാർഡുകളിലും അവർ പരാജയപ്പെട്ടു. അത് നമ്മൾ ഒരു അസ്വാഭാവികമാവണ്ണം അവർ കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടു എന്ന സാഹചര്യമുണ്ട് എന്നതുകൂടിയാണ്. വേറൊരു കാര്യം, ഇപ്പോൾ അവിടെ ഒരു ഒറ്റ പാർലമെൻറ്റ് സീറ്റിൽ കഴിഞ്ഞ തവണ വിജയിച്ചു. അത് വലിയ വിജയമായിരുന്നു BJPയുടെ. രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിൽ. പക്ഷേ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അതിർത്തിയിലുള്ള എല്ലാ ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലും ഡിവിഷനുകളിലും 3ാം സ്ഥാനത്താണ് BJP. അതായത് ഇപ്പം മനോരമയുടെ കണക്കടക്കം നമ്മൾ വിശദമായി പരിശോധിക്കുന്നതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് പിന്നീട് പറയാം. എങ്കിൽ പോലും അത് വളരെ പ്രധാനപ്പെട്ട സൂചകം, ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകമായി മാറുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ച് മറ്റു തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത എങ്ങനെയാണ് എന്ന് വിലയിരുത്തുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടുകൾ തന്നെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടുകൾ പരിശോധിച്ചാൽ അപ്പോൾ ആ പാർലമെൻറ്റ് അതിർത്തിയിൽ BJP 3ാം സ്ഥാനത്തായി കഴിഞ്ഞു. അതായത് കലിങ്ക് സമ്മേളനങ്ങളൊക്കെ സുരേഷ് ഗോപി നടത്തിയതാണ് എന്ന് ഓർക്കണം അവിടെ. പക്ഷേ അവിടെ 3ാം സ്ഥാനത്തെത്തി. അപ്പം ഞാൻ ആ BJPയിൽ നിന്ന് തുടങ്ങുന്നത് CPIM പോയടുത്ത് 3ാം സ്ഥാനത്തായി. അതാണ്, സുരേഷ് ഗോപി പോയടുത്ത് 3ാം സ്ഥാനത്തായി. അതായത് CPIM പറഞ്ഞു തുടങ്ങുന്നത് എവിടെയാണ്? ഞങ്ങൾക്ക് അങ്ങനെ തകർച്ച ഉണ്ടായിട്ടില്ല, BJP അങ്ങനെ വല്ലാതെ ഞങ്ങളെ ചോർത്തിക്കൊണ്ട് പോയിട്ടില്ല,
ആ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. പന്തളം ഇതാ ഞങ്ങൾ തിരിച്ചു പിടിച്ചു, ശബരിമല ഇരിക്കുന്ന പ്രദേശം ഞങ്ങൾ തിരിച്ചു പിടിച്ചു, കൊടുങ്ങല്ലൂർ അവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ കയ്യിലാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അങ്ങനെ അവർക്ക് ചൂണ്ടിക്കാണിക്കാം. അതായത് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്കത് വിശദീകരിക്കാൻ വളരെ എളുപ്പമായ ചില കാര്യങ്ങൾ. അപ്പോൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയാണ്. പക്ഷേ ഗോവിന്ദ മാഷ്ക്ക് ഇങ്ങനെ വിശദീകരിക്കാം അതിനെ. കാരണം ശബരിമലയിൽ ഞങ്ങൾ ജയിച്ചു, പന്തളത്ത് ഞങ്ങൾ ജയിച്ചു, മറ്റ് ക്ഷേത്രനഗരികളിൽ ഞങ്ങൾ ജയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്. ഇപ്പോൾ തിരുവനന്തപുരം കൂടിയൊരു ക്ഷേത്രനഗരിയാണ്, പക്ഷേ തിരുവനന്തപുരം ഒഴിവാക്കിയാൽ മറ്റെല്ലായിടത്തും തന്നെ ഞങ്ങൾ ജയിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് പറയാം. അത് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു സൗകര്യം വന്നത് മാത്രമാണ്. പക്ഷേ ആ വിഷയം നന്നായി UDF, BJP അല്ല, UDF അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നേട്ടം UDFന് ഒരു പരിധിവരെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ വളരെ പെരിഫറലായിട്ടുള്ള എന്ന് നമുക്ക് തോന്നാവുന്ന ചില സംഗതികളിലൂടെ ആയിരിക്കും. ഇപ്പോൾ ഒരു പാട്ട് കണ്ടല്ലോ, ഇന്നിപ്പോൾ MP-മാരെല്ലാം കൂടെ പാർലമെൻറ്റിന് മുന്നിൽ നിന്ന് പാട്ട് പാടുന്നത് കേട്ടു. അതായത് സ്വാമിയെ അയ്യപ്പ എന്നുള്ള ഏറ്റവും പ്രശസ്തമായ, അയ്യപ്പനെ ഓർത്താൽ ആദ്യം മനസ്സിൽ വരുന്ന പാട്ടാണത്. ആളുകളുടെ ഉള്ളിൽ അതിന് പകരം പോറ്റിയെ കയറ്റിയെ എന്നുള്ള മട്ടിൽ അതിനെ വേറൊരു തരത്തിലൊരു പാരഡിയാക്കി ആ പാട്ട് അവതരിപ്പിക്കുന്നു. ആ പാട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ റീച്ച് ആ പാട്ട് കിട്ടി എന്നുള്ളതൊരു സത്യമാണ്. ഇതൊക്കെയാണോ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വോട്ട് ചെയ്യാൻ ആളുകളെ സ്വാധീനിക്കത്തക്കതായി മാറുന്നത് എന്ന് ചോദിച്ചാൽ ഈ കാലത്ത് അതിനത്രയും പ്രചാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയധികം ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്ന് കുറേ പേർക്കെങ്കിലും ആ മട്ടിൽ തോന്നിയിട്ടുമുണ്ട്. അതിനനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരിനെതിരെയുള്ള വലിയ വികാരമാണ് എന്നൊന്നും ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ എടുത്ത് സർക്കാരിന് എണ്ണി പറയാം. അത് ജനങ്ങളോട് ഇറങ്ങി ചോദിച്ചാൽ ജനങ്ങൾക്കും അത് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളാണ്. റോഡുകളുടെ കാര്യം, പ്രാദേശികമായിട്ടുള്ള റോഡുകളുടെ കാര്യം എടുത്താൽ, ലൈഫ് പദ്ധതിയുടെ കാര്യം എടുത്താൽ ഒക്കെ അവർക്ക് അനുഭവവേദ്യമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ അംഗീകരിക്കാനേ ഈ വോട്ടർമാർക്കും കഴിയൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭരണവിരുദ്ധ വികാരം ആ മട്ടിൽ പ്രതിഫലിച്ചില്ല എന്ന് ഇവർക്ക് വിശദീകരിക്കാം. പക്ഷേ അത് പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? അതായത് സർക്കാർ കൃത്യമായ ഒരു ആരോപണം ഏതെങ്കിലും വ്യക്തിക്കെതിരെയോ ഈ സർക്കാരിൻ്റെ ഭാഗമായ ആർക്കെങ്കിലും എതിരെയോ കഴിഞ്ഞ ഈ 2 ടേമായിട്ടും ഒന്ന് എറിഞ്ഞ് കൊള്ളിക്കാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രിയെയോ ഏതെങ്കിലും ആ നിലയ്ക്ക് ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആരുടെയെങ്കിലും കുടുംബത്തെയോ ഒന്നും അങ്ങനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 പാർട്ടി നേതാക്കന്മാർ, അല്ലെങ്കിൽ ഒരാളാണ് ഇതിനകത്ത് പാർട്ടി നേതാവ് പത്മകുമാർ, ഈ ശബരിമല വിഷയത്തിലാണ് അതിലൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയേറെ ആരോപണങ്ങൾ വന്നതാണെന്ന് ഓർക്കണം. അതായത് സർക്കാരിനെതിരെ എത്ര ആരോപണങ്ങൾ കൊണ്ടുവന്നു പ്രതിപക്ഷം, അല്ലെങ്കിൽ BJP, അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. പക്ഷേ ഇതിലൊന്നും ഒരാളും ജയിലിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഉദ്യോഗസ്ഥർ കിടന്നതിനെ ആ മട്ടിൽ നമുക്ക് കണക്കാക്കാനും പറ്റില്ല. ഇവിടെ അത് മാത്രമല്ല, കിടന്ന കാര്യങ്ങളൊന്നും തെളിയിക്കാനും പറ്റിയിട്ടില്ല. ഈ കേസിൽ പക്ഷേ കിടന്നിട്ടുണ്ട്. പത്മകുമാർ കിടന്നു. അദ്ദേഹം ആരാണ്? CPIM-ൻ്റെ നേതാവാണ്. അദ്ദേഹത്തെ സത്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ തള്ളിക്കളയാമായിരുന്നു CPM-ന്. കാരണം എന്താ, സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ലെന്ന് പറഞ്ഞ് പിണങ്ങി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാളാണ് ഈ പത്മകുമാർ. ഇപ്പോഴും അദ്ദേഹത്തെ പക്ഷേ ഈ ഘട്ടത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കൊണ്ടുണ്ടായ കുഴപ്പം അത് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതായത് ഈ പരിമിതമായ, അതായത് ഇത്രയും ആത്മവിശ്വാസത്തോടെ തന്നെ ഗോവിന്ദ മാഷി കാര്യങ്ങൾ രാവിലെ മനോരമ വായിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പോലും ഉള്ള പ്രശ്നം ഇതൊക്കെ ഇതുകൂടി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് കുറേ കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഈ 58 സീറ്റ് എന്നുള്ളത് 58 സീറ്റിന് അപ്പുറത്തേക്ക് അവരുടെ പ്രകടനത്തെ അടയാളപ്പെടുത്താവുന്ന തരത്തിലേക്ക് അത് മാറ്റി തീർക്കാമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. അപ്പം ഇടത് മുന്നണിക്ക് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. തിരിച്ചടി ഉണ്ടായെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാരണങ്ങളിലേക്ക് എത്തുമ്പോഴാണ് പ്രശ്നം. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം അത് അങ്ങനെ ഒരു പ്രശ്നം പരിശോധിക്കും എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അത് ആദ്യം അദ്ദേഹം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ബേജാറാകുന്നതെന്നൊക്കെ ചോദിച്ചെങ്കിലും അദ്ദേഹം അത് പരിശോധിക്കും എന്നാണ് പറഞ്ഞത്. അതിൽ ഗൗരവതരമായ ഒരു അംശമുണ്ട് എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ബാക്കി ചോദിച്ച ചോദ്യങ്ങളെല്ലാം, മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങളോട് സത്യത്തിൽ ഗോവിന്ദ മാഷ് വഴുതി മാറുകയാണ് ഉണ്ടായത്. അതായത് ഇപ്പോൾ ഹിന്ദുത്വ ഇടതുപക്ഷം എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച് തോമസ് ഐസക് എഴുതിയതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് എന്താണ് പ്രയോഗം എന്ന് പോലും അറിയില്ല എന്ന് സൈദ്ധാന്തികനായ ഗോവിന്ദ മാഷ് പറഞ്ഞൊഴിവാകുന്നത് കാണുമ്പോൾ അതേക്കുറിച്ച് ഗൗരവമായ ഒരു ആലോചനയിലേക്കാണ് CPM പോകുന്നതെന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അതിൽ ഒഴിഞ്ഞു മാറിയത്. അതെന്താണ് എന്ന് ചോദിച്ച് ഒഴിഞ്ഞു മാറിയതിൻ്റെ കാരണം അതേക്കുറിച്ച് ഗൗരവമായൊരു ചർച്ച വേണം എന്നുള്ള ആലോചനയിലേക്ക് അവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. പാർട്ടി അതിനെ ആദ്യഘട്ട പ്രാഥമിക വിലയിരുത്തലിൽ അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് തിരിച്ചടിയെന്ന് അംഗീകരിക്കാൻ അവർ ഒറ്റ കാര്യം, അതായത് നമ്മൾ ഈ സ്വർണ്ണക്കടത്ത്
സ്വർണ്ണക്കൊള്ള എന്ന വിഷയം അങ്ങോട്ട് മാറ്റിവെച്ചാൽ മറ്റെന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വിജയം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ UDF-കാർക്ക് പോലും മറുപടി ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ മൈനസ് ചെയ്ത് നോക്കുക, ആ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കിയാലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതേ ശക്തിയോടെ UDF-ന് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഇപ്പോഴുണ്ടായ തിരിച്ചടിയുടെ ക്ഷീണവുമായിട്ടാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുക എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിന് ഉത്തരം കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആത്മവിശ്വാസത്തിന് കാരണങ്ങളുണ്ട്. പക്ഷേ എല്ലാ ജില്ലാ കമ്മിറ്റികളും ചേർന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്ന് പറയുമ്പോൾ ഈ തിരിച്ചടിയെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കാനുള്ള ഒരു ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കൂടിയാണ് തോന്നിയത്. CPIM-ന്റെ സ്വയം വിമർശന വിലയിരുത്തലിനെ പറ്റി രണ്ട് പക്ഷമുണ്ടാകും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക്. ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, ഭരണത്തിന്റെ ആലസ്യത്തിൽ സംഘടനാ യന്ത്രം വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല, വർഗ ബഹുജന സംഘടനകൾ വിപ്ലവ സ്വഭാവം വിട്ട് മധ്യവർഗ അപഭ്രംശത്തിലേക്ക് വഴുതുന്നു എന്നിങ്ങനെ വിമർശനങ്ങളേറെ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ഉയരുന്നുണ്ട്. കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും കൈവിട്ട കാലങ്ങളും അങ്ങനെയുള്ള കാലങ്ങളിലും ഗ്രാമപഞ്ചായത്തുകൾ CPIM-നും ഇടതുപക്ഷത്തിനുമൊപ്പം ചേർന്ന് നിന്നിരുന്നു. വോട്ട് ഷെയറിൽ ഭീതിതമായ ഇടിവില്ലെന്ന് സ്ഥാപിക്കാനാകുമെങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഇത്തവണയുണ്ടായ തിരിച്ചടി സ്വാഭാവികമായും ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. ഗ്രൗണ്ടിൽ സംഭവിക്കുന്നതിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ശേഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വളർത്തുന്നതും നിലനിർത്തുന്നതും. തള്ളാനുള്ളത് തള്ളിയും ഉൾക്കൊള്ളാനുള്ളത് ഉൾക്കൊണ്ടും തിരുത്തൽ നടപടികൾ ഇടതുമുന്നണിയിൽ ഉണ്ടാകുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ സ്നേഹിതരും അനുഭാവികളും പ്രതീക്ഷിക്കുന്നത്. തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് എന്ന യാഥാർത്ഥ്യബോധത്തിലായാൽ അവർക്ക് നല്ലത്. ആദിഫിൽ ഒരിടവേള.